മാറ്റുവൻ ചട്ടുകങ്ങളെ, ഇല്ലെങ്കിൽ അവര് നിങ്ങളെ മറിച്ചിടും. പറ്റുവെച്ചാ എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ജീവൻ പോയാലും NDAയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന ആ നിലപാട്, ആ ചങ്കൂറ്റം. നിതീഷ് ജി വീണാൽ നീളട്ടെ, നീണാൽ വീഴട്ടെ, നീണാൽ വാഴട്ടെ. ജീവൻ പോയാലും NDAയിലേക്ക് മടങ്ങിപ്പോകില്ലെന്ന് പറയാൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിതീഷ് ജിക്കല്ലാതെ മറ്റേത് നേതാവിന് പറ്റും? കരുത്തോടുകൂടി നിതീഷ് ജി നിലപാട് അറിയിച്ചിട്ട് കൃത്യം 1 വർഷം പിന്നിടുകയാണ്. നിതീഷ് ജി ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. പക്ഷേ മുന്നണി NDA ആണെന്ന് മാത്രം. അതാണ് നിതീഷ് ജി. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതെന്താ കേട്ടിട്ട് ആരും ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇതിലെന്തോന്ന് ഫ്രഷ്? ചാടി ചാടി നടുവുളുക്കിയാലും ചാട്ടം നിർത്താൻ നിതീഷ് ജിയെ കിട്ടില്ല. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് കാവ്യ രാഷ്ട്രീയത്തിലേക്കും, അവിടെ നിന്ന് മതനിരപേക്ഷ മഹാസഖ്യത്തിലേക്കും, വീണ്ടും കാവ്യ രാഷ്ട്രീയത്തിലേക്കും ഒരു കൂസലുമില്ലാതെ ഇതുപോലെ ചാടാൻ മറ്റാർക്ക് പറ്റും? ഇതിപ്പോ ഓന്തിന് വരെ വെല്ലുവിളിയാ. ഈ നിതീഷ് കാരണം തങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ് ഓന്തുകൾ വരെ പറയുന്നത്. വിശ്വാസം എന്ന വാക്ക് കേൾക്കുന്നതേ ഇപ്പൊ ബീഹാറുകാർക്ക് തമാശയാ. 4ാം തവണയാണ് നിതീഷ് NDAയിലേക്ക് എത്തുന്നത്, അതും വെറും 11 വർഷത്തിനുള്ളിൽ. ബീഹാറിൽ നിന്ന് ഉയർന്നു വന്ന സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളുടെ യുവ തുർക്കികളിൽ ഒരാളായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്ന നിതീഷിന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഫണ്ണാണ്. 70കളിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടം നയിച്ച ജയപ്രകാശ് നാരായണന്റെ കൂടെ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ പ്രവർത്തിച്ചായിരുന്നു നിതീഷ് ജിയുടെ തുടക്കം. അന്ന് ഉശിരനായ യുവ സോഷ്യലിസ്റ്റ് പോരാളി 85ൽ നിയമസഭയിലെത്തി. എന്നാൽ 96 ആയപ്പോഴേക്കും മൂപ്പർക്ക് സോഷ്യലിസം മടുത്തു. നൈസായി കളം മാറ്റി NDAയുടെ ഭാഗമായി. 2005 മുതൽ ബീഹാറിന്റെ NDA മുഖ്യമന്ത്രി. എന്നാൽ 2013ൽ NDA നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ പെട്ടെന്ന് BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന തോന്നൽ നിതീഷ് ജിക്ക് വന്നു. എനിക്കറിയില്ല. മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചിട്ട് പിന്നെയും NDA വിട്ടു. ഗുജറാത്ത് കൂട്ടക്കൊലയുടെ കറ കയ്യിലുള്ള മോദിയെ പ്രധാനമന്ത്രിയാക്കുന്നത് ശരിയല്ല എന്നായിരുന്നു നിതീഷ് ജിയുടെ അന്നത്തെ നിലപാട്. പിന്നീട് മോദിക്കും BJPക്കും എതിരെ 2015ലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പില് ലാലു പ്രസാദ് യാദവുമായി മഹാഗഡ്ബന്ധൻ എന്ന പേരിൽ സഖ്യമുണ്ടാക്കി ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രിയായി. 2 വർഷം നിതീഷ് ജിക്ക് പിന്നെയും മനംമാറ്റം. ഗുജറാത്ത് കലാപമൊക്കെ അത്ര വലിയൊരു പ്രശ്നമാണോ എന്നൊരു തോന്നൽ. അത് മാത്രമല്ല, GST പോലൊരു പരിഷ്കരണം നടപ്പാക്കിയ മോദിയുടെ മിടുക്കൊക്കെ എന്നാ ഒരു ഇതാ എന്നും പറഞ്ഞ് NDAയിലേക്ക് വീണ്ടും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? മഹാഗഡ്ബന്ധൻ സഖ്യത്തെ നോക്കി കൊഞ്ഞനും കുത്തി തന്റെ MLA-മാരെയും കൂട്ടി ആശാൻ അങ്ങ് പോയി. വെറും 5 കൊല്ലം കഴിഞ്ഞപ്പോ നിതീഷ് ജിക്ക് പിന്നെ ഒരു മൂഡ് സ്വിങ്സ്. BJPക്കാരി ശരിയല്ല എന്ന് പിന്നെ ഒരു തോന്നൽ. 2022 ഓഗസ്റ്റ് 9 മുഖ്യമന്ത്രി പദം രാജിവെച്ചിട്ട് NDA വിട്ടുവെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ആദ്യ യോഗത്തിന് പട്നയിൽ ചുക്കാൻ പിടിക്കുകയും മുന്നണിയുടെ പ്രധാന മുഖങ്ങളിൽ ഒരാളാവുകയും ചെയ്തു നിതീഷ് ജി. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. വെറും മാസങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ജിക്ക് പിന്നെയും മൂടുപോയി. NDAയിലേക്ക് വീണ്ടും ഒരു മലക്കം മറിച്ച്. ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനർ സ്ഥാനവും അതുവഴി സ്വപ്നം കണ്ട പ്രധാനമന്ത്രി സ്ഥാനവും കിട്ടില്ലെന്ന് തോന്നിയപ്പോ പിന്നിലോട്ട് ഒറ്റച്ചാട്ടം. രായ്ക്ക് രാമാനം ഇങ്ങനെ മലക്കം മറിയുന്ന ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു മുന്നണി കൊണ്ടു നടക്കൂ എന്നത് നമുക്കൊരു ചോദ്യമാണെങ്കിലും ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിൽ അത് ചോദ്യമേ അല്ല. എന്തായാലും 2025ലെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിന്റെ എഞ്ചിൻ BJP അഴിച്ചു മാറ്റുമോ എന്ന് കണ്ടറിയണം കോശി. ഇങ്ങനെയും മലക്കം മറിയുന്നവനേക്കാ ഭേദം BJP അല്ലേ എന്ന് ബീഹാറുകാർ ചിന്തിച്ചാ തെറ്റു പറയാനൊക്കത്തില്ല. ബീഹാറിൽ രാജ്ഭവൻ മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുത്ത് തന്നെ ആയത് എന്തായാലും നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഈ അടിക്കടി മുന്നണി മാറുന്ന നിതീഷ് ജിക്ക് ഗവർണർക്ക് കത്ത് നൽകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് നടുവുളുക്കിയാണ്. നിതീഷ് ജിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഒരു പ്രേക്ഷകൻ ഒരു പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഓ, മലയാളം വേണ്ട, ഹിന്ദി മതിയെന്ന്. അടുത്ത തവണയും NDA വിട്ട് ഓടി വരുന്ന നിതീഷ് ജിയെ മാലയിട്ട് സ്വീകരിക്കാൻ പ്രതിപക്ഷ മുന്നണി ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? അപ്പൊ എങ്ങനെയാ പോയ ചിന്തകൾ?